ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, an athlete completes one round of circular track of radius r in 20 seconds. അപ്പം 20 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഒരു സർക്കിള് ഈ അത്ലറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ആണ് r. സോ ഇവിടെ നിന്നാണ് അത്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ കറങ്ങി ഇവിടെ വരാനായിട്ട് എത്ര സെക്കൻഡ് വരും? 20 സെക്കൻഡ് ആവശ്യമുണ്ട്. വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്, ഒരേ സ്പീഡിലാണ് പുള്ളി ഓടുന്നത്. വാട്ട് വിൽ ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 1 minute 10 seconds? സോ ഇവിടെയാണെങ്കിൽ 20 സെക്കൻഡ് എന്നും പറഞ്ഞ് ഇവിടെ മിനിറ്റിലും തന്നു. നമ്മൾ എന്ത് പറയണം? കള്ളക്കളി. കാര്യം ഇവിടെ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ സെക്കൻഡ് ആയിരിക്കണം, ഇവിടെ മിനിറ്റിലാണ് പറഞ്ഞേക്കുന്നത്. സോ മിനിറ്റിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ മിനിറ്റിനെ ഞാൻ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. 1 minute എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ്. അതിൻ്റെ കൂടെ എത്രയുണ്ട്? ഇനി 10 സെക്കൻഡ് കൂടെ ഉണ്ട്. സോ ആകെ എത്ര സെക്കൻഡ് ഉണ്ട്? 70 സെക്കൻഡ്. സോ പുള്ളിക്കാരൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു റൗണ്ട് അടിച്ചു, 20 സെക്കൻഡായി. അടുത്ത റൗണ്ട് അടിച്ചു, 40 സെക്കൻഡായി. അടുത്ത റൗണ്ട് അടിച്ചു, 60 സെക്കൻഡായി. ഇനി അടുത്ത റൗണ്ട് അടിക്കാൻ എന്ത് ചെയ്യണം? 80 സെക്കൻഡ് ആവശ്യമുണ്ട്. പക്ഷേ എത്ര സെക്കൻഡ് നമ്മളെ ഉള്ളൂ? 70 സെക്കൻഡേ ഉള്ളൂ. സോ 60 സെക്കൻഡ് കഴിഞ്ഞു. സോ 3 റൗണ്ട് അടിച്ചപ്പോഴത്തേക്കും 60 സെക്കൻഡുകൾ കഴിഞ്ഞു പോയി. ഇനി എത്ര സെക്കൻഡേ ബാക്കിയുള്ളൂ? 10 സെക്കൻഡേ ബാക്കിയുള്ളൂ. അതായത് 10 സെക്കൻഡ് കൊണ്ട് 20 സെക്കൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഫുള്ള് കവർ ചെയ്യാമായിരുന്നു. പക്ഷേ 10 സെക്കൻഡേ ഉള്ളൂ. അപ്പം അയാൾക്ക് പകുതിയെ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ തുടങ്ങി അയാൾ ഇവിടെ എത്തിച്ചേർന്നു. ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയോ? ഇല്ല. ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ 20 സെക്കൻഡ് ആവശ്യമുണ്ടായിരുന്നു. സോ ആദ്യത്തെ 3 റൗണ്ട് അടിച്ചപ്പോഴത്തേക്കും 60 സെക്കൻഡ് ആവശ്യമായി വന്നു. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ആണെങ്കിൽ ഒരു അര റൗണ്ടും അടിച്ചു. അപ്പോഴത്തേക്കും അയാളെ ഇനിഷ്യൽ പൊസിഷൻ ഇതും ഫൈനൽ പൊസിഷൻ ഇതുമായിരുന്നു. സോ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ് എത്രയാണ്? r + r 2r. സോ ആൻസർ എത്രയാണ്? 2r ആണ് ആൻസർ. കാര്യം മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഓൾവേസ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനേക്കാളും കുറവ് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ്. നമുക്കറിയാം ഇത് വലുതാണ്. ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും വലുതായിരിക്കും. ആര് ചെറുതായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ചെറുതായിരിക്കും, ഡിസ്റ്റൻസ് വലുതായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ഫ്രാക്ഷനാണിത്. ഫ്രാക്ഷൻ്റെ അടിയിൽ കിടക്കുന്ന വാല്യൂ വലുതും മുകളിൽ കിടക്കുന്ന വാല്യൂ ചെറുതുമാണ് എങ്കിൽ നമ്മൾ പറയും ഇത് എന്തായിരിക്കും? 1നേക്കാളും ചെറുതായിരിക്കും. മനസ്സിലായോ? ഇതിൻ്റെ വാല്യൂ 1നേക്കാളും ചെറുതായിരിക്കും. സോ ഒരു ഫ്രാക്ഷനകത്താണെങ്കിൽ ഡിനോമിനേറ്റർ ആണെങ്കിൽ വലുതും ന്യൂമറേറ്റർ ചെറുതുമാണെങ്കിൽ 1നേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. സോ നമുക്ക് 1നേക്കാളും ചെറുതായിരിക്കാം. ഇനി വേറെ കണ്ടീഷനുണ്ട്. ഒരു ബോഡി മൂവ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്, അത് തിരിച്ചു വരുന്നില്ലെങ്കിലോ? നമുക്കറിയാം അതിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. അപ്പോൾ ഇതും സെയിം ആയിരിക്കും. അപ്പം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസും സെയിം ആണെങ്കിലോ വാല്യൂ എത്രയായിട്ട് വരും? 1 ആയിട്ട് വരും. സോ എന്തായിരിക്കാം? ഒന്നുകിലാണെങ്കിൽ ഈ വാല്യൂ 1 ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ 1നേക്കാളും ചെറുതായിരിക്കാം. സോ ആൻസർ ഏതാണ്? സി ആണ്. മനസ്സിലായോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട.
നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസ്സസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. A particle starts from origin, goes along x-axis up to the point 20 meter 0. So, a particle starts from origin. The number line ആണ്. നമ്പർ ലൈനിൻ്റെ ഒറിജിനിൽ നിന്നും ഒരു പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ പറ്റുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പടവും കൂടെ സൈഡിൽ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് തോന്നും. പിന്നീടാണെങ്കിൽ അത്രയും സമയം എടുക്കേണ്ട ആവശ്യം വരത്തില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനായിട്ട്. സോ വീണ്ടും വായിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. നമ്പർ ലൈൻ വരച്ചു, അതിൻ്റെ ഒറിജിനിൽ നിന്നും പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്തു. അതെന്ത് ചെയ്ത് ആ എക്സ് ആക്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിച്ചേർന്നു, 20 മീറ്റർ. 0 എക്സ് ആക്സ് നമുക്കറിയാം, വായിക്കൊണ്ടിട്ട് 0 ആയിരിക്കും, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ എഴുതാം. നമ്മുടെ സമാധാനത്തിന് വേണമെങ്കിൽ എഴുതാം. അത് 0 ആണ് അല്ലേ, ഒറിജിനാണ്. സോ ഇവിടെ നിന്ന് ഇവിടെ എത്തി. ആൻഡ് റിട്ടേൺസ് എലോങ് ദ സെയിം ലൈൻ. എന്ത് ചെയ്ത് തിരിച്ചു വന്നു. ഇറ്റ് ടു എ പോയിന്റ് -20 മീറ്റർ 0. അത് ഇവിടെ എത്തിച്ചേർന്നത് 0 ആണ്. 0 ഒക്കെ ബാക്കിലോട്ട് പോയി ഇല്ലേ, -20 മീറ്റർ 0 ഇവിടെ എത്തിച്ചേർന്നു. അത് നേരെ ഇവിടെ എത്തിച്ചേർന്നു. സോ ഇവിടെ തുടങ്ങി ഇവിടെ എത്തി, പിന്നെ റിട്ടേൺ അടിച്ചു, ഇവിടെ എത്തിച്ചേർന്നു. The distance and displacement of the particle during trip will be. പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി. സോ 20 മീറ്റർ ഇവിടെ കവർ ചെയ്തു, പിന്നെ ഇവിടെ എത്തി. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി, വീണ്ടും 20 മീറ്റർ കവർ ചെയ്തു, പിന്നെ ഇവിടെ നിന്ന് ഇവിടെ എത്തി, വീണ്ടും 20 മീറ്റർ കവർ ചെയ്തു. ആകെ എത്രയായി, 60 മീറ്റർ ആയി. സോ 60 മീറ്റർ ആണ് എന്ത്, ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കും. ഇനീഷ്യൽ പൊസിഷൻ ഏതാണ്, ഇനീഷ്യൽ പൊസിഷൻ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ ഇതാണ് ഫൈനൽ പൊസിഷൻ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ. കണ്ടോ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ്. സോ ഫൈനൽ പൊസിഷൻ എത്രയാണ്, -20 ആണ്. മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എത്രയാണ്, ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. സോ -20 - 0 വിച്ച് ഈസ് ഈക്വൽ ടു -20 മീറ്റർ. സോ ആൻസർ എത്രയാണ്, 60 - 20. ഓക്കെ ആണോ? നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കവേർഡ് ബൈ എ ബോഡി ഡ്യൂറിങ് θ റേഡിയൻ ആംഗിൾ അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r വിൽ ബി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതൊരു ആർക്കാണ്, ഒരു സർക്കുലർ പാത്താണെന്ന് ഇരിക്കോ. ഇതാണ് എ എന്ന പോയിന്റ്, ഇതൊരു ബി എന്ന പോയിന്റ് ആണ്. ബോഡി ആണെങ്കിൽ ഈ ആർക്കിലൂടെ സഞ്ചരിക്കുകയാണ്. ഉണ്ടോ, ഈ ആർക്കിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെ റേഡിയസ് ഉണ്ട്. എത്രയാണ് റേഡിയസ്, 6 ആണ് ഇതിൻ്റെ റേഡിയസ്. എത്ര ആംഗിളാണ് സഞ്ചരിച്ചേ, θ റേഡിയനാണ് സഞ്ചരിച്ചത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം ഇതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയാം, θ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. എ ആണെന്ന് വിചാരിച്ചോ, ആർക്ക് ലെങ്ത് എ ആണെന്ന് വിചാരിച്ചോ, ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. സോ ആർക്ക് ലെങ്ത് നമുക്ക് എ ആണ് വേണ്ടുന്നത്, ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. സോ എ വിച്ച് ഈസ് ഈക്വൽ ടു r θ. നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എന്ത് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഇത് ഫൈനൽ പൊസിഷനാണ്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ട്രിക്ക് പറഞ്ഞായിരുന്നു. 2 വെക്ടർ ഉണ്ട്, അല്ലെങ്കിൽ 2 ലൈനുണ്ട്. ആ 2 ലൈനും സെയിം ഡിസ്റ്റൻസ് ആണ്. അത് രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. അവയ്ക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ട് θ. അങ്ങനെയെങ്കിൽ ഈ ലൈൻ എത്രയായിരിക്കും, അതെന്ന് പറഞ്ഞാൽ 2r sin θ
θ/2 നമ്മൾ ഡെറൈവ് ചെയ്തായിരുന്നു. ഇതൊരു ഷോർട്ട് ട്രിക്കാണ്. സോ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? സി അല്ലേ? സി. സോ നമ്മൾ ഈ വീഡിയോയിലാണെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ രണ്ട് കോൺസെപ്റ്റും നല്ല തറവായിട്ട് പഠിച്ചു കഴിഞ്ഞു. ആക്ച്വലി നീറ്റ് എക്സാമിനേഷന് ഇത് ചോദിക്കുന്ന ഒരു സെക്ഷനൊന്നുമല്ല, പക്ഷേ ഈ സെക്ഷൻ മനസ്സിലായാൽ മാത്രമേ തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. താഴെയുള്ള നോട്ട് നോക്കുമല്ലോ. സോ ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ. TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning.